നമസ്കാരം, ഞാൻ ലേഖ റഫീഖ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഉലത്തിയതാണ്. 1 കിലോ ചിക്കൻ മേടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സവാള, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്, ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചത്, ഇടിച്ചമുളക്, പച്ചമുളക്, ഉപ്പ്, വിനാഗിരി, മൈദ, എണ്ണ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, ഗരം മസാല ഒന്ന് പെരട്ടിയെടുക്കാം. ഗ്രേവി എല്ലാം തയ്യാറാക്കാം. ഞാൻ ഇതിനകത്തോട്ട് ചിക്കൻ ഇതാണ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതേപോലെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, മൈദ 1 സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. കറി മസാല ഞാൻ ഇതിൻ്റെ പകുതി, 1 സ്പൂണാണ് എടുത്തേക്കണം, അതിൻ്റെ ഒരു പകുതി ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇടിച്ച മുളക് ഞാനൊരു 3 സ്പൂൺ ഇടിച്ച മുളകുണ്ട്, അതിൻ്റെ പകുതി ഇടിച്ച മുളക് എടുത്തിട്ടുണ്ട്. ഞകരിയിൽ വേണം നമ്മളിത് പെരട്ടിയെടുക്കാൻ. അതിനോടൊപ്പം തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാനിതൊന്ന് പെരട്ടിയെടുക്കാൻ പോണി. ചിക്കൻ നല്ലോണം പെരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം. അപ്പം ഞാൻ സ്റ്റൗ കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റൗ കത്തിച്ച് ഈ എണ്ണ നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇതാക്കി എടുക്കാം, ഒന്ന് മൊരിച്ചെടുക്കാം. ഏകദേശം ഇവിടെ റെഡി ആയതുകൊണ്ട് ഈ രീതിയിൽ ഒന്ന് മൂക്കാതെ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. ആ ഗ്രേവി നമുക്ക് തയ്യാറാക്കാൻ അതേ എണ്ണയിലായിട്ട് തന്നെ നമുക്ക് ഗ്രേവി തയ്യാറാക്കി എടുക്കാം. ഞാനത് ഇനി വേണ്ടിയിട്ട് ഇഞ്ചി അരച്ചത് ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി അരച്ചത്, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില, ഇത്ര സാധനം ഇട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് സവാള, ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടാൽ നമുക്ക് വാട്ടിയുണ്ടായിരുന്ന ഉപ്പ്, സവാള നല്ലോണം ഒന്ന് വയലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി, ഞാനൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വയലിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഇടിച്ചമുളക് ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇടിച്ചമുളക് ഇട്ട് കൊടുത്ത് അതും ഇതേപോലെ നല്ലോണം ഒന്ന് വയലിൽ കൊടുക്കാം. അത് നല്ലോണം ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് പെരുംജീരകം, ഞാൻ പെരുംജീരകം ഇതിനകത്തോട്ടിട്ട് നല്ലോണം ഒന്ന് വാടിയതിന് ശേഷം ബാക്കിയുണ്ടായ ഗരം മസാലയും കുരുമുളക് പൊടിയും അത് ബ്രൗൺ കളറായത് നല്ലോണം വാടണം, അല്ലെങ്കിൽ ഒരു പച്ചമണം ഉണ്ടാവും. അപ്പം അതൊക്കെ ഏകദേശം നല്ലോണം ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതാണുള്ളത് ചിക്കനാണ്, നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന ചിക്കൻ. എപ്പോഴും ശ്രദ്ധിക്കുക, ചിക്കൻ നല്ലോണം മുറിഞ്ഞു പോകും. നമ്മളടുത്ത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. മായ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ് ഇവിടെ. ഇത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കൂ. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്.